നമസ്തേ നമസ്തേ കൂട്ടുകാരെ, ഞാൻ മിനി ഹരികുമാർ. ദൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസദേവർ പറയുകയുണ്ടായി, ചില മനുഷ്യരുടെ മനസ്സ് മദ്യം കുടിച്ച കുരങ്ങിനെ തേളുകുത്തിയാലത്തെ പോലെ ഉള്ള അവസ്ഥയിലാണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം കുരങ്ങൻ്റെ സ്വഭാവം എന്താ? കുരങ്ങിൻ്റെ സ്വഭാവം ചപലമാണ്. ആ കുരങ്ങ് എവിടെയും അടങ്ങിയിരിക്കില്ല. കുരങ്ങ് ഇങ്ങനെ അങ്ങേ കൊമ്പേലും ചാടി ഇങ്ങേ കൊമ്പേലും ചാടി ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കും, അല്ലേ? അങ്ങനെയുള്ള കുരങ്ങിന് ഒരല്പം മദ്യം കൊടുത്താലോ? കുരങ്ങിന് പിന്നെ നിക്കക്കള്ളി ഉണ്ടാവില്ല. കുരങ്ങ് ആ ചാട്ടത്തിൻ്റെ വേഗത കൂട്ടും, വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എല്ലാം അതിങ്ങനെ ചെന്ന് കയറിക്കൊണ്ടേയിരിക്കും, അല്ലേ? അങ്ങനെ ചാടുന്ന കുരങ്ങിനെ ഒരു തേളൂടെ കുത്തിയാലത്തെ എന്താ അവസ്ഥ? അത് വെപ്രാളം കൊണ്ട് ഈ പറയുന്നിടത്തെല്ലാം ചെന്ന് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എല്ലാം നശിപ്പിക്കും, അല്ലേ? വെപ്രാളം കൊണ്ട് എല്ലാം നശിപ്പിക്കും. അതേപോലെ അത്രേ ചില മനുഷ്യർ എന്നല്ല, നമ്മളെല്ലാവരും അതേപോലെ അത്രേ. അതെന്താ കാരണം? മനുഷ്യൻ്റെ മനസ്സും കുരങ്ങനെ പോലെയാണ്, ചപലമാണ്. അത് എവിടെയും അടങ്ങിയിരിക്കില്ല. നമ്മളൊരു സ്ഥലത്തിരുന്നാലും ആ മനസ്സിങ്ങനെ പാറി നടക്കും. അതിങ്ങനെ പ്രകാശത്തേക്കാൾ വേഗതയിൽ നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. അതിങ്ങനെ നമ്മളിരിക്കുമ്പോൾ വേണമെങ്കിൽ അമേരിക്ക വരെ വേണമെങ്കിലും അത് പോയിട്ട് വരും. അപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് ചെന്നെത്താത്ത സ്ഥലങ്ങളില്ല, ചെന്നെത്താത്ത കാര്യങ്ങളില്ല നമ്മുടെ മനസ്സ്, അല്ലേ? അങ്ങനെയുള്ള മനസ്സുള്ള നമ്മൾ അല്പം മദ്യം കുടിച്ചാൽ എന്ന് പറഞ്ഞാൽ അധികാര ഗർവാകുന്ന മദ്യം കുടിച്ചാലോ, അധികാരമാകുന്ന മദ്യം നമ്മളൊന്ന് നുണഞ്ഞാലോ, ഇങ്ങനെയുള്ള ചപലമായ മനസ്സുള്ള നമുക്കൊരു അധികാരം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ അധികാര ഗർവിൽ കാണിച്ചു കൂട്ടാത്ത വൃത്തികേടുകൾ കാണില്ല. ആ അധികാരം മൂലം ചെന്ന് പറ്റാത്ത ഇടങ്ങൾ കാണുന്നില്ല. നമ്മളെ വേണ്ടാത്തിടത്തും വേണ്ടുന്നിടത്തും എല്ലാം നമ്മുടെ പ്രസൻസ് ആവശ്യമില്ലാത്തിടത്തും നമ്മൾ ചെന്ന് കയറും. അവിടെ കയറിയിട്ട് നമ്മുടെ ആ അഹങ്കാരം ഒന്ന് കാണിക്കണമല്ലോ, നമ്മുടെ അധികാരമാകുന്ന അഹങ്കാരം ഒന്ന് കാണിക്കണമല്ലോ, അങ്ങനെ കയറും. അങ്ങനെ ഇരിക്കുന്ന നമ്മളെ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ടുള്ള അസൂയയാകുന്ന തേളുകുത്തിയാലോ? പിന്നെ പറയണോ? ഒരു മനുഷ്യൻ നന്നാകുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. കാരണം അസൂയയാണ്. എല്ലാവരുടെയും മനസ്സ് നിറയെ അസൂയയാണ്, സ്നേഹമല്ല. ആ അസൂയയാകുന്ന തേള് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അധികാരം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെക്കാട്ടിൽ ഒരാൾ മേലോട്ട് പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അവനെ വലിച്ച് താഴെയിടണം, അല്ലെങ്കിൽ എങ്ങനെ അവനെ നശിപ്പിക്കണം എന്നുള്ള വെപ്രാളപ്പെട്ട ആ തേള് കുത്തിയ അതേ അവസ്ഥയിൽ അസൂയയാകുന്ന തേള് കുത്തി നമ്മളെല്ലാറ്റിനെയും നമ്മളെക്കാട്ടിൽ മികച്ചതെന്ന് തോന്നുന്ന സകലതിനെയും നശിപ്പിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സ് മദ്യം കുടിച്ച കുരങ്ങിനെ തേളുകുത്തിയാലത്തെ അവസ്ഥയിലാണെന്ന്. ഞാനിന്ന് നിങ്ങളോട് ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ മദ്യം കുടിച്ച കുരങ്ങിനെ തേളുകുത്തിയാലത്തെ അവസ്ഥയിലുള്ള ഒരാളുടെ കഥ. അത് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. മഹാഭാരതത്തിലെ ദുര്യോധനൻ, കൗരവരിൽ ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനന് ഭയങ്കര സങ്കടം. എന്താണെന്നല്ലേ? ദുര്യോധനൻ്റെ സങ്കടം, തന്നെ ആരും സ്നേഹിക്കുന്നില്ല, തന്നെ ആരും ബഹുമാനിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിലെ ഈ പാണ്ഡവരെ എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്കറിയാം, എന്നോടവർക്ക് ഭയമാണ്, പാണ്ഡവരോടവർക്ക് സ്നേഹമാണ്. എൻ്റെ അടുത്ത് ബഹുമാനമൊക്കെ കാണിക്കുന്നെങ്കിലും അത് അഭിനയമാണെന്നും എനിക്കറിയാം എന്ന് ഈ ദുര്യോധനൻ മനസ്സിൽ കണ്ടു. ദുര്യോധനൻ ചിന്തിച്ചതെന്താ കാര്യം അതിൻ്റെ? ഞങ്ങൾ രണ്ടു കൂട്ടരും ഈ ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരാണ്. ഇത് എന്തേ പ്രജകൾ ഉൾപ്പെടെയുള്ളവരിങ്ങനെ വിവേചനം കാണിക്കാൻ? ഇത് ആരോട് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും? ഭഗവാനോട് ചോദിക്കാം, ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ചോദിക്കാം. പക്ഷേ കൃഷ്ണനും ആ പാണ്ഡവരോടാണ് ഇഷ്ടം. അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ദുര്യോധനൻ മനസ്സിൽ കണ്ടു. എങ്കിലും ഭഗവാനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് ദുര്യോധനൻ മനസ്സിൽ കണക്ക് കൂട്ടി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഭഗവാന് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ചിരിച്ചുകൊണ്ട് ദുര്യോധനനെ സ്വാഗതം ചെയ്തു. ദുര്യോധന വരൂ, എന്താ കാര്യം എന്നൊക്കെ ഭഗവാൻ ചോദിച്ചു. ദുര്യോധനൻ വളരെ സങ്കടത്തോടെ തൻ്റെ ആവലാതി ഭഗവാനോട് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, ഭഗവാനെ, എനിക്കൊരു സങ്കടമുണ്ട്. അത് ഹസ്തിനപുരിയിലെ ജനങ്ങളാരും എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അതെന്താ നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഭഗവാനെ, നോക്കൂ കണ്ണ, നിനക്കും പാണ്ഡവരോടല്ലേ സ്നേഹം? അതേപോലെ അവർക്കെല്ലാവർക്കും പാണ്ഡവരോടാണ് സ്നേഹം.
പാണ്ഡവരോട് കാണിക്കുന്ന സ്നേഹവും എന്നോട് കാണിക്കുന്ന സ്നേഹവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാണ്ഡവരെ എല്ലാവർക്കും വളരെ വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം നിറഞ്ഞ സ്നേഹമാണ് ഈ ഹസ്തിനപുരിയിൽ എല്ലാവർക്കും. എന്നോട് എല്ലാവരും ബഹുമാനമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നാട്യമാണ് കണ്ണാ. എനിക്ക് നന്നായിട്ടറിയാം. അത് അവരെ അഭിനയിക്കുകയാണ്. ഭയം കൊണ്ടുള്ള ബഹുമാനമാണ് അവർക്ക് എന്നോട്. എന്തേ അവരിങ്ങനെ പെരുമാറാൻ എന്ന് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദുര്യോധന, നോക്കൂ, നിന്റെ സമസ്യയ്ക്ക് ഞാൻ നാളെ ഉത്തരം പറയാം. നാളെ നീ വൈകുന്നേരത്തോട് കൂടിയിട്ട് വരൂ. വരുമ്പോൾ നീ ഒറ്റയ്ക്ക് വന്നാൽ പോരാ, മറിച്ച് ഹസ്തിനപുരിയിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവമുള്ള 5 ആളെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ സമ്മതിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ നാളെ വരാം. ഏറ്റവും നല്ല സ്വഭാവമുള്ള ഹസ്തിനപുരിയിലെ 5 ആളുകളുമായിട്ട് ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ പോയി. ആ സമയം അവിടെ പാണ്ഡവരിലെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. അപ്പം യുധിഷ്ഠിരനെ വിളിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര, നീയും പൊക്കോളൂ. നാളെ ദുര്യോധനൻ വരുന്ന സമയത്ത് നീയും വരണം. ഞാൻ ദുര്യോധനനോട് പറയുന്നത് പോലെ നിന്നോടും പറയുന്നു. നാളെ നീ വരുമ്പോൾ നിന്റെ കൂടെ ഹസ്തിനപുരിയിലെ ഏറ്റവും മോശം സ്വഭാവമുള്ള 5 ആളുകളും ഉണ്ടാകണം. യുധിഷ്ഠിരനും സമ്മതിച്ചു. അദ്ദേഹവും പോയി. പിറ്റേ ദിവസമായി, ഭഗവാൻ പറഞ്ഞ വൈകുന്നേരമായി. ഭഗവാൻ 2 ആളെയും നോക്കി ഇരിപ്പായി. പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞനൊക്കെ 2 കൂട്ടരെയും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ സങ്കടത്തോടെ ദുര്യോധനൻ വരുന്നു. നോക്കുമ്പോഴോ കുറച്ച് തൊട്ടുപുറകെ യുധിഷ്ഠിരനും വരുന്നു. 2 ആളും അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ. 2 ആളോടും എത്ര മണിക്ക് വരണമെന്ന് പറഞ്ഞു? നിങ്ങളോട് 2 പേരോടും പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. അതും പോകട്ടെ, 2 ആളോട് ഞാൻ എന്താ പറഞ്ഞത്? 2 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് ദുര്യോധനനോട് ചോദിച്ചു, ദുര്യോധന, ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? നീ നാളെ വരുമ്പോൾ ഹസ്തിനപുരിയിൽ നിന്നും ഏറ്റവും നല്ല സ്വഭാവമുള്ള 5 ആളെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അവരെവിടെ എന്ന് ഭഗവാൻ ചോദിച്ചു. ദുര്യോധനൻ വളരെ വിഷമിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഹസ്തിനപുരി ആകെ തിരക്കി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വരുവാൻ താമസിച്ചത്. ഏറ്റവും നല്ല സ്വഭാവമുള്ള 5 ആളെ തിരക്കി ഞാൻ ഹസ്തിനപുരി ആകെ അലഞ്ഞു. എല്ലാവരും നല്ലതെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. പക്ഷേ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കുറവുകൾ അവർക്കുണ്ടായിരുന്നു. കണ്ണാ, എനിക്ക് 5 പേരെ പോയിട്ട് ഒരാളെ പോലും ഏറ്റവും നല്ല സ്വഭാവമുള്ളതായിട്ട് ഹസ്തിനപുരിയിൽ നിന്നും കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതും എന്ന് പറഞ്ഞു. അപ്പം യുധിഷ്ഠിരനോട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല യുധിഷ്ഠിര, ഞാൻ നിന്നോട് പറഞ്ഞത് ഹസ്തിനപുരിയിലെ ഏറ്റവും മോശം സ്വഭാവമുള്ള 5 ആളെ കൊണ്ടുവരണമെന്നാണ്. എന്നിട്ട് എന്തേ നീയും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ, ഞാനും ഹസ്തിനപുരി ആകെ അലഞ്ഞു. ഒരുപാട് ആളുകളോട് അന്വേഷിച്ചു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, പുതിയ പുതിയ ആളുകളെ പരിചയപ്പെട്ടു. നാട്ടുകാരൊക്കെ മോശമെന്ന് പറയുന്ന ആളുകളെയൊക്കെ സമീപിച്ചു. പക്ഷേ കണ്ണാ, അവരിലെല്ലാം എന്തെങ്കിലും ഒരു ഗുണം ഉള്ളതായിട്ട്, മേന്മയുള്ളതായിട്ട് ഞാൻ കണ്ടു. ക്ഷമിക്കണം കണ്ണാ, എനിക്ക് ഈ ഹസ്തിനപുരിയിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളെയും കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുള്ള, എന്തെങ്കിലുമൊക്കെ നന്മകളുള്ളവരാണ് എല്ലാവരും. പിന്നെ എങ്ങനെയാ ഞാൻ ഒരാളെ, ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്നത് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ദുര്യോധനനോട് ചോദിച്ചു, നോക്കൂ ദുര്യോധന, നീ കേട്ടില്ലേ യുധിഷ്ഠിരൻ പറഞ്ഞത്? ഹസ്തിനപുരിയിലെ ഏറ്റവും മോശപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കുവാനായിട്ട് യുധിഷ്ഠിരന് സാധിച്ചില്ല. നിനക്കാകട്ടെ ഹസ്തിനപുരിയിൽ നിന്നും ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളെ കണ്ടുപിടിക്കുവാനും സാധിച്ചില്ല. നീ എല്ലാവരിലെയും നന്മ തിരയുന്നതിന് പകരം എല്ലാവരിലെയും മോശം, എല്ലാവരിലെയും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യുധിഷ്ഠിരനാകട്ടെ ഒരുപാട് ന്യൂനതകളുള്ള ആളുകളിലുള്ള നന്മകളെ കണ്ടുപിടിക്കുവാനാണ് അവൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ 2 പേരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എല്ലാവരെയും സ്നേഹിച്ച്, അവരിലെ എത്ര കുറവുള്ളവരാണെങ്കിലും അവരുടെ ആ കുറവുകളൊക്കെ മറന്ന് അവരിലെ ഉള്ള നന്മകളെ എടുത്ത് അവരെ സ്നേഹിക്കാൻ പഠിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് യുധിഷ്ഠിരനെയും അല്ലെങ്കിൽ പാണ്ഡവരെയും ആളുകളെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. നീ ആകട്ടെ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തി എല്ലാവരിലെയും മോശം അല്ലെങ്കിൽ ഗുണമില്ലായ്മ മാത്രം തിരക്കി, ന്യൂനതകൾ തിരക്കി നടക്കുന്നു. നിനക്ക് ആരിലെയും നന്മ കണ്ടെത്തുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ നിന്നിൽ നിന്നും അകന്നു പോകുന്നു. നിനക്ക് ആരോടും സ്നേഹമില്ല, നിന്നോടല്ലാതെ നിനക്ക് ആരോടും സ്നേഹമില്ല. പക്ഷേ എങ്ങനെ പിന്നെ മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കും?
സ്നേഹം കൊടുത്തു വേണം സ്നേഹം വാങ്ങിക്കുവാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരുടെയും കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ എല്ലാവരിലുമുള്ള നന്മകളെ മാത്രം കണ്ട് അവരോട് ചേർന്ന് അവരെ ചേർത്ത് നിർത്തിയാൽ എല്ലാവരും നിന്നെയും സ്നേഹിക്കും, ബഹുമാനിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. കൂട്ടുകാരെ, ഈ കഥയുടെ പൊരുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുണപാഠം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പരിധികളില്ലാത്ത സ്നേഹം, അതിർത്തികളില്ലാത്ത സ്നേഹം ആളുകൾക്ക് നൽകിയെങ്കിൽ മാത്രമേ ആളുകൾ നമ്മെ സ്നേഹിക്കൂ. നമ്മുടെ അധികാരം കൊണ്ടോ, നമ്മുടെ പദവി കൊണ്ടോ, നമ്മുടെ പ്രൗഢി കൊണ്ടോ, നമ്മുടെ കുലമഹിമ കൊണ്ടോ ആരും നമ്മളെ സ്നേഹിക്കില്ല. മറിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമ്മളെ ആൾക്കാർ സ്നേഹിക്കുകയുള്ളൂ. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരെയും അങ്ങോട്ട് സ്നേഹിക്കുക. എല്ലാവരോടും ചിരിച്ച് നന്നായിട്ട് സൗഹൃദ ഭാവത്തിൽ സന്തോഷിച്ച് ഇരിക്കുക. അപ്പം നമുക്ക് ചുറ്റും ആളുകൾ കൂടും. നമ്മളിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മൾ പുറത്തേക്ക് പ്രവഹിപ്പിക്കുമ്പം നമ്മളിലേക്കും പോസിറ്റീവ് എനർജി തന്നുകൊണ്ട് നമുക്ക് ചുറ്റും ആളുകൾ നിരന്ന് നിൽക്കും. അങ്ങനെ നിങ്ങളെല്ലാവർക്കും സ്നേഹം ആഗ്രഹിക്കുന്നവരെല്ലാവരും പരിധികളില്ലാത്ത സ്നേഹം എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ പരിധികളില്ലാത്ത സ്നേഹം നമ്മളും എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങുവാനായിട്ടും ശ്രമിക്കുക. നമുക്ക് സ്നേഹിക്കാം, സേവിക്കാം ഈ ലോകത്തെ. നമസ്തേ കൂട്ടുകാരെ, എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അടുത്ത കഥക്കൂട്ടുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും നമസ്തേ.